ഇന്നത്തെ വീഡിയോ സൂപ്പർ ടേസ്റ്റുള്ള പോളയാണ്, ബട്ടർ ചിക്കൻ പോള. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായി മെൽട്ടായി വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയുടെ പകുതി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈം ഇതിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 3/4 കപ്പ് പാല്, 3/4 കപ്പ് മൈദ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്ത് വരാം. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ലൂസായിട്ടാണ് ബാറ്റർ വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനായിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ ചിക്കൻ ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായി മല്ലിയില കട്ട് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഏകദേശം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബട്ടർ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.